പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരങ്ങൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 8-ാം തീയതി തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സൗഖ്യത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം തുണയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം. ദ ഫസ്റ്റ് എപ്പിസ്റ്റിൽ ഓഫ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 17 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത്. പത്രോസ് അപ്പോസ്തലൻ ചിതറിപ്പാർക്കുന്ന ദൈവജനത്തിന് എഴുതുന്ന 1-ാമത്തെ കത്താണ് 1-ാം ലേഖനം. 1 മുതലുള്ള അധ്യായങ്ങൾ നാം സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും വേണ്ടതായ സന്ദേശം, ഉപദേശം കൃത്യമായി നൽകുന്നു. അങ്ങനെ 3-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ എപ്പോഴും സന്തോഷവും സമാധാനവും സൗഖ്യവും മാത്രം അനുഭവിക്കുന്ന ഒരാളായിട്ടല്ല ചിത്രീകരിക്കുന്നത്. കഷ്ടം സഹിക്കേണ്ടി വന്നാലും അത് ഭാഗ്യമുള്ളത് എന്ന് കാണുവാൻ പത്രോസ് അപ്പോസ്തലൻ വിശ്വാസ സമൂഹത്തെ ഉപദേശിക്കുന്നു. അങ്ങനെ വന്നിട്ട് പറയുകയാണ്, നാം ഓരോരുത്തരും ബുദ്ധിമുട്ട്, കഷ്ടം, പ്രതികൂലം സഹിക്കണം എന്നത് ദൈവത്തിന്റെ ഹിതമാണ് എങ്കിൽ അത് നാം സഹിച്ചേ പറ്റുകയുള്ളൂ. പലപ്പോഴും ക്രൈസ്തവ ലോകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, സഭ മാറി, കൂട്ടായ്മ മാറി, സഭയുടെ ഉത്തരവാദിത്തങ്ങളിലെത്തി, പ്രസംഗിച്ചു, ചർച്ച് കമ്മിറ്റിയിലായി എന്നു വേണ്ട സഭാപരമായും ആത്മീയപരമായും നാം വളരെ ശക്തമായി മുന്നേറുമ്പോൾ നമുക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഒരു കഷ്ടവുമില്ല, ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല, ഒരിക്കലും മനപ്രയാസം നേരിടേണ്ടി വരത്തില്ല, ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരത്തില്ല. കുഞ്ഞുങ്ങളൊക്കെ ചുമ്മാ ഇരുന്നാൽ മതി, 1 റാങ്കോടെ പാസ്സാകും. പഠിച്ച് റിസൾട്ട് വരേണ്ട താമസം ഏറ്റവും വലിയ കമ്പനി കിട്ടും. അങ്ങനെ തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചും കരുതി ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാം. ഇത് ആധുനിക ദൈവശാസ്ത്രത്തിന്റെ വികലമായ പഠിപ്പിക്കലാണ്. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വളരെ ഗൗരവമായി നാം ഈ നാളുകളിൽ ഓർക്കണം. ഇത് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യമാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്നത് ദൈവഹിതമെങ്കിൽ. അപ്പൊ ദൈവത്തില് ഓരോരുത്തരെ കുറിച്ചും ഓരോ പദ്ധതിയുണ്ട്. അത് കഷ്ടം സഹിക്കണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് കടന്നു പോയേ മതിയാവും. അന്നേരമാണ്
അതിന്റെ കാര്യകാരണം തേടി, കുറുക്കുവഴി തേടി ദൈവമക്കൾ എന്ന് പറയുന്നവർ പാത്തും പതുങ്ങിയും ഓടുന്നത്, പലയിടങ്ങളിലും പോയി കുമ്പിടുന്നത്. അപ്പോൾ പറയും സമയം ശരിയല്ല, നിങ്ങളുടെ വീട്ടിൽ ഇന്ന ആളുണ്ടോ, വീടിന്റെ മുമ്പിൽ ഇന്ന മരമുണ്ടോ, ഈ ആഴ്ച ആരാ വീട്ടിൽ വന്നത് എന്ന് വേണ്ട ലോക അന്ധവിശ്വാസങ്ങൾ വിളമ്പിത്തരും. അത് വെള്ളം തൊടാതെ വിഴുങ്ങി അതിനുള്ള പ്രതിവിധിയും ചെയ്തിട്ടാണ് സഭയിൽ മുൻപിൽ ഒന്നാമത് വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. പിന്നെ എങ്ങനെ ശരിയാകും? ഒന്നുകിൽ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക്, കൂട്ടായ്മ കൂടുന്ന ദൈവമക്കൾക്ക്, ദൈവമക്കളെ മാനിക്കുന്ന ദൈവസഭയെ ആദരിക്കുന്നവർക്ക് പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്. അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരിച്ചറിയുവാൻ പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും തയ്യാറാകണം. ഓർക്കുകയാണ്, പത്രോസ് വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത് ദൈവഹിതമാണെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് അത് നാം സ്വീകരിക്കാൻ തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും പ്രാർത്ഥിച്ചു, ഇത്രയും നാളും സഭയിൽ നടന്നു, കൂട്ടായ്മ കൂടി, എനിക്ക് നേരിട്ടത് മുഴുവൻ പ്രശ്നമാണ്. എന്റെ മോന്റെ കാര്യം മാത്രം ശരിയായില്ല, എന്റെ മകളുടെ കാര്യം മാത്രം ശരിയായില്ല, എനിക്ക് എന്നും പ്രശ്നം, ഒരിക്കലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇനി ഇത്രയും നാളും പ്രാർത്ഥിച്ചൊക്കെ മതി, പാടിയതൊക്കെ മതി, ഇനിയും ദശാംശമൊക്കെ കൊടുത്തത് മതി, ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്തൊക്കെ മതി, ഇത്രയും നാളും ചെയ്തതിന്റെയൊക്കെ ഉപകാരം ദൈവം തന്നാ മതി. ഇതൊക്കെ നമ്മിൽ പലരും പലപ്പോഴും അറിഞ്ഞും അറിയാതെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. ഇതൊരു വലിയ തിന്മയാണ്. ഇനി മറ്റൊരാളെ സഹായിക്കുന്നത് ഞാൻ നിർത്തി, വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ നിർത്തി. എനിക്ക് എന്റെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പ്രതികൂലത്തിൽ കൂടെ പോകുന്നത് ദൈവഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, നാളുകളായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന നന്മ പ്രവർത്തികൾ, ശുശ്രൂഷകൾ നിർത്തരുത്. അത് ചെയ്തുകൊണ്ട് തന്നെ ദൈവഹിതമാകുന്ന കഷ്ടത ഞാൻ നിങ്ങളും സഹിക്കുമ്പോഴാണ് നമ്മിൽ കൂടെ ദൈവഹിതം പൂർത്തീകരിക്കുന്നതും ദൈവനാമം മഹത്വപ്പെടുന്നതും. അപ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത്, കണ്ടോ ഇത്രയും വേദനയും ഇത്രയും പ്രതികൂലവും ഭവനത്തിനകത്ത്, മകന്റെ വിഷയം, മകളുടെ വിഷയം, ഭാര്യയുടെ വിഷയം, ഭർത്താവിന്റെ വിഷയം, മാതാപിതാക്കളുടെ വിഷയം, ജോലി പ്രശ്നം, ആരോഗ്യ പ്രശ്നം, കടബാധ്യത, നിലനിൽപ്പിന്റെ പ്രശ്നം, ഇവയൊക്കെ ഉണ്ടായിട്ടും ഒരു വിധത്തിലും വായിൽ നിന്ന് അനാവശ്യമായ ഒരു നിന്ദാ വാക്ക് വരുന്നില്ല. ഇയ്യോബിനെയാണ് നമ്മളിവിടെ മാതൃകയാക്കേണ്ടത്. ഒരു കൂട്ടായ്മ മുടക്കുന്നില്ല. എത്ര ഇല്ലെങ്കിലും ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, കരുതുന്നവരെ കരുതുന്നു, മുഖം വാടുന്നില്ല, ഒരിക്കലും നിരാശപ്പെടുന്നില്ല, നിരാശയുടെ വാക്കുകൾ പുറത്തു വരുന്നില്ല. ഇത് 3-4 നേരം നമ്മൾ ഭക്ഷണം കഴിച്ചാലും ദൈവം വേണ്ടതെല്ലാം നൽകിയിട്ടും ഒരു നല്ല വാക്ക് വായിൽ നിന്നും വരത്തില്ല. മുഖത്ത് ഒരു സന്തോഷമില്ല, ഒന്നിലും ഒരു തൃപ്തിയില്ല. ഞാൻ നിങ്ങളും ആരുടെ മക്കളാണ്? എന്താണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ഈ നാളുകളിൽ ദൈവജനം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വേദനയും ദുഃഖവും പരീക്ഷയും പരീക്ഷണങ്ങളും പ്രതികൂലവും ഒക്കെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്.
അതിനെ പ്രാർത്ഥനയോടെ അതിജീവിച്ച് ദൈവകൃപയോടെ മുന്നേറുമ്പോൾ അപ്പോഴാണ് തമ്പുരാൻ നമ്മിൽ പ്രസാദിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ചില പ്രതികൂലത്തിൽ കൂടെയും വേദനയിൽ കൂടെയും സങ്കടത്തിൽ കൂടെയും വിഷമത്തിൽ കൂടെയും കടന്നു പോകുന്ന ആരെങ്കിലും ഈ ജീവജലം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ പിതാവേ, മാതാവേ, സഹോദരങ്ങളെ, നിങ്ങളത് സ്തോത്രത്തോടെ, പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ സഹിക്കുകയും ദൈവനാമത്തിൽ നന്മ ചെയ്യുകയും ചെയ്ത് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. നിശ്ചയമായും ദൈവം അത് കണക്കിടും, നന്മയും അനുഗ്രഹവും നൽകുകയും ചെയ്യും. കാരണം ഞാനിന്ന് കടന്നു പോകുന്ന എന്റെ വേദന, ഈ പ്രയാസം ദൈവഹിതമാണ് എന്ന് പറഞ്ഞാൽ ദൈവം അറിഞ്ഞ് അനുവദിച്ചതാണ്. അത് എനിക്ക് സഹിക്കാവുന്നതിനപ്പുറം തരുന്നവനല്ല എന്റെ പിതാവാം ദൈവം. ആ ഒരു വലിയ തിരിച്ചറിവോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. എന്തെല്ലാം നേരിടേണ്ടി വന്നാലും സ്തോത്രത്തോടും സന്തോഷത്തോടും പ്രാർത്ഥനയോടും നമ്മുടെ കാൽവെപ്പുകൾ മുൻപോട്ട് പോകട്ടെ. അങ്ങനെ ദൈവനാമ മഹത്വത്തിനായി അനേകർ നമ്മെ കണ്ട് ഈ കർത്താവിനെ സ്വീകരിപ്പാൻ, രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ, നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യപത്രമായി തീരുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ പത്രോസ് അപ്പോസ്തലൻ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം സ്വീകരിച്ച് പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനും നടത്തിപ്പുകാരനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ജോലികൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, ഭവനകാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, സകലതിലും ദൈവകൃപ വ്യാപരിക്കണമേ. അപ്പാ, ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന, നേരിടുന്ന, അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവഹിതമാണെന്ന് തിരിച്ചറിയാനുള്ള വചനവിവേചനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഞങ്ങൾ ചെയ്തു വരുന്ന നന്മകൾ നിർത്തിക്കളയുവാൻ ഒരിക്കലും ഇടയാകരുതേ. അത് തുടർന്നുകൊണ്ട് എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്നത്തെ വചനപ്രകാരം നന്മ തുടരുവാൻ, പ്രതികൂലത്തെ സ്തോത്രത്തോടെ സ്വീകരിച്ച് അതിജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. സ്വർഗീയ കൃപകളാൽ ഞങ്ങളെ പൊതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും പ്രത്യേക പ്ലാനും പദ്ധതിയുമുണ്ട്. അതനുസരിച്ച് ഓരോ അവസ്ഥയിൽ കൂടെ നമ്മെ കടത്തിവിടുന്നു. അങ്ങനെ നാം പരിപൂർണമായി വിശ്വസിക്കാൻ തയ്യാറായാൽ ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ തന്നെ അറിയുമ്പോൾ ഇന്നിന്റെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ നിർത്താതെ നിർബാധം തുടരുവാൻ ഇടയാകും. അങ്ങനെ നന്മ ചെയ്ത് ദൈവകൃപയോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless us all.